അതാ കടൽ കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഗേസ്. വ്ളോഗർ അതിലുണ്ട് ഞങ്ങളുടെ കൂടെ. വ്ളോഗറുടെ instrumentals here, but let me know if you like. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ഇറ്റ്സ് ബൈ ആതിര. അപ്പോൾ അതേ നമ്മൾ കുറേ ദിവസമായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു നമുക്കൊരു വ്ളോഗൊക്കെ ആവാമെന്ന്. അപ്പോൾ നമ്മുടെ ഇതൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കണം. അപ്പം അമ്പലത്തിലൊക്കെ പോയി ഒരു കുട്ടി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു ബിസി ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അച്ഛനും ഞാനും കൂടെ ദേ നമ്മളെ കാടാമ്പുഴ അമ്പലത്തിലേക്ക് പോവുകയാണ്. കുറേ ദിവസമായിട്ട് അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാൻ വിചാരിച്ചു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോൾ അച്ഛൻ നമ്മളെ ഏട്ടനെയും അമ്മേനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് വേറൊരു അമ്പലത്തിലും കൂടെ പോകാൻ ഇന്ത്യനൂരുള്ള ഗണപതിയുടെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അമ്മയും ഏട്ടനും വന്നു. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതേ കുറേ ദിവസമായിരുന്നു ഒരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചെന്തായാലും ഒരു വ്ളോഗൊക്കെ ആവുമെന്ന്. കുറച്ച് ബിസിയാണ്, ക്ലാസ് ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടൊന്ന് പുറത്തൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്പലത്തിലെത്തി. ഇതൊരു പഴയ അമ്പലമാട്ടോ, നല്ല ഭംഗിയുള്ള ഒരു മാറ്റമൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരാത്തൊരു പഴമയുള്ളൊരു അമ്പലമാണ്. അപ്പോൾ നമ്മൾ ഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ ചെന്നു, അമ്പലത്തിൽ തൊഴുതു. ഇവിടുത്തെ പ്രധാന പ്രസാദമാണ് ഈ ഒരു ഒറ്റയും ഉണ്ണിയപ്പവും പിന്നെ പാൽപ്പായസമൊക്കെ. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി. ഇനി നമുക്ക് ചായ കുടിക്കണം. അങ്ങനെ ചായ കുടിക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രസാദമൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ച് നേരെ ചായയൊക്കെ കുടിക്കാൻ പോയി. അങ്ങനെ പിന്നെ ചായ കഴിച്ച് നമ്മൾ നേരെ KMT പോയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാട്ടോ. വിഷുവൊക്കെയാണ് വരുന്നത്. പിന്നെ കുറേ കല്യാണങ്ങളുണ്ട്. അച്ഛനും ഏട്ടനും ഒക്കെ നേരത്തെ ഡ്രസ്സ് എടുത്തായിരുന്നു. അപ്പോൾ എനിക്കാണ് ഇന്ന് എടുക്കാനാണ്. അങ്ങനെ ഞങ്ങളിതേ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അമ്പലത്തിലൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് 11:45 കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുഡ് നമുക്ക് മറ്റേ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഫുഡ് കൊണ്ടു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. വയറൊക്കെ നിറഞ്ഞു. അപ്പം നമ്മൾ കോഴിക്കോട് പോവുകയാണ്. അച്ഛനും ഏട്ടനും വർക്കിൻ്റെ കാര്യത്തിൽ ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഞാനും അമ്മയും കൂടെ അതിൻ്റെ കൂടെ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് വെള്ളക്കുപ്പിയൊക്കെ എടുത്ത് വേഗം പോവുകയാണ്. പിച്ചുകൂടായതുകൊണ്ട് വെള്ളം കുടിക്കാതെ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മളവിടെ കടൽ കാണാൻ പോകണം എന്നൊക്കെയാണ് ആഗ്രഹം. ബീച്ച് പോയാൽ സെറ്റാവും. അപ്പോൾ നമ്മൾ മാക്സിമം നേരത്തെ ഇറങ്ങാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അതാണ് പ്ലാന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോണ വഴിക്ക് ഒരു കടയിൽ നിന്ന് കയറണം. നല്ല അടിപൊളി ഫലൂദയും ഐസ്ക്രീംസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞ് നമ്മളിതേ കോഴിക്കോട് എത്തി ഗായ്സ്. ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലൂടെ പോവാണ്. അവിടെയാണ് ഏട്ടൻ പറഞ്ഞ ഷോപ്പ്. അങ്ങനെ നമ്മൾ ഫലൂദയൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു ഷോപ്പാണെന്നൊക്കെയാണ് ഏട്ടൻ തള്ളി മറിക്കുന്നത്. നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടുത്തെ ഫേമസ് ഷോപ്പാണ്. ഒരു കൂൾബാറാണ്. അവിടെ ഐസ്ക്രീംസൊക്കെ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏട്ടനതൊക്കെ പറഞ്ഞ് ഭയങ്കര തള്ളാണ്. തള്ള് ഞങ്ങളുടെ മെയിൻ ആയതുകൊണ്ട് ഞങ്ങൾ നന്നായി തള്ളുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു മിനി ഫലൂദയും പിന്നെ കസാട്ടയൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ വന്നു. അപ്പോൾ നമ്മളത് കഴിച്ചിരിക്കുകയാണ്. ആക്ച്വലി നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു സ്പോട്ട് തന്നെയാണ് കഴിക്കാൻ വേണ്ടി. നല്ല ഐസ്ക്രീമൊക്കെയാണ്. അങ്ങനെ നമ്മൾ കഴിച്ചിനി നേരെ നമുക്ക് ബീച്ച് കാണാൻ പോകണം. അപ്പോൾ ബീച്ച് കാണാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ചേച്ചിയോട് വഴി ചോദിച്ചപ്പോൾ ഗൂഗിൾ ചേച്ചി നമ്മളെ മാർക്കറ്റിലൂടെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മൾ കോഴിക്കോട് മാർക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോവുകയാണ്. പോകാൻ പറ്റുമെന്നൊന്നും അറിയില്ല, പക്ഷെ നമ്മൾ പോവുകയാണ് ഗൈസ്. ഇന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പം പെരുന്നാളൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല മാർക്കറ്റിലൊന്നും. അങ്ങനെ നമ്മൾ മാർക്കറ്റിൻ്റെ പുറത്തൊക്കെ വന്ന് നല്ല അടിപൊളി ഒരു വ്യൂ ഒക്കെ ആയിരുന്നു. ആ സണ്ണൊക്കെ ഇങ്ങനെ ഇപ്പോൾ സെറ്റ് ആവാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് ഇന്ന് 6:24 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ ഇതാണ് അവസ്ഥ.
ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. വണ്ടി ഒന്ന് നിർത്താനേ സ്ഥലമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഞാൻ ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. സൺസെറ്റ് ആവുന്നതിന് മുന്നേ ഒന്ന് ഇറങ്ങി കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ഇങ്ങനെ പോന്നപ്പോൾ നമുക്കിത് പാർക്ക് ചെയ്യാൻ കുറച്ച് സ്ഥലം കിട്ടി. അങ്ങനെ നമ്മൾ ഇവിടെ നിർത്തി ഇനി അങ്ങോട്ട് നടക്കണം. അങ്ങനെ നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്ക് നടക്കുകയാണ്. സൺസെറ്റിന് ഇനി ആവാൻ വേണ്ടി ഇനി വെറും കുറച്ച് ഒരു 5 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേഗം പോയി കാണാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വേഗം നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ഇപ്പോൾ കുറേ ആയി. അതുകൊണ്ട് നമ്മളിത് എത്തിയത് സൺസെറ്റായി ഗൈസ്. ഇന്നത്തെ സൺസെറ്റ് എനിക്ക് അത്ര ഇഷ്ടമായില്ല. കുറച്ച് കാമായിരുന്നു, അത്ര ലൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മളത് എത്തി. ഇനി കുറച്ച് നേരം നമുക്ക് ബീച്ചിൽ നിൽക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ അതാ കടൽ കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഗേസ്. വ്ളോഗർ ആതിരയുണ്ട് ഞങ്ങളുടെ കൂടെ. വ്ളോഗറുടെ അമ്മ ഉണ്ട്, അച്ഛൻ സുന്ദരനുണ്ട്, ഏട്ടന് തരുന്നു, വ്ളോഗറുടെ ഏട്ടൻ. അമ്മ കൊമ്പ് കെട്ടിക്കണം പറഞ്ഞു. ബീച്ചിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ പോകുന്ന വഴിക്ക് ഒന്ന് ഗോകുലം മോളിൽ കയറാൻ വിചാരിച്ചു. അങ്ങനെ അതേ മോളിലൊക്കെ ഒന്ന് കയറി കുറച്ച് നേരം ഒന്ന് നടന്ന് സ്പെൻഡ് ചെയ്യാമെന്നുള്ളൊരു മോളിൽ കയറി ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന അവസാനം നമ്മളിത് ഈ ഒരു ഗൺ ഷോട്ടിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് വെറുതെ ഒന്ന് വെടി വെച്ച് കളിക്കാമെന്ന്. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ നേരെ ഒന്ന് വെടി വെക്കാൻ വേണ്ടി പോയി വെക്കുകയാണ്. മുന്നൊക്കെ ഉണ്ടോയെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അങ്ങനെ അത് ഏട്ടൻ വലിയ കാര്യത്തിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. പിന്നെ നടന്നത് ചരിത്രമായിരുന്നു. ഞങ്ങളെ കഴിവുകൊണ്ടാണോ അതോ തോക്കിൻ്റെ ഉന്നല്ലായ്മ കൊണ്ടാണോ എന്നറിയില്ല, ഒന്നുപോലും ഞങ്ങൾക്ക് കൊള്ളിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിൻ്റെ നമ്മുടെ ഗൂഗിൾ മോളിൻ്റെ അപ്പുറത്ത് തന്നെയുള്ള ജയ്ത്തൂരിൽ പോയി. അപ്പോൾ അവിടെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കഴിക്കാമെന്ന്. അങ്ങനെ നമ്മളിതേ ആളുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഏട്ടൻ പാർക്ക് ചെയ്ത വണ്ടി എടുത്ത് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ അതേ നമ്മൾ കോട്ടയ്ക്കലെത്തി സൈനിൽ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും 11:30 ആയിട്ടുണ്ട്. ആകെ ക്ഷീണിച്ചൊന്നും വല്ലാത്തൊരു ടയേർഡാണ്. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ പെരും മഴ. അങ്ങനത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ആകെ മൊത്തം ടയേർഡായിട്ടുണ്ട്. ഇനി നാളെ എണീക്കുമെന്നൊന്നും അറിയില്ല, ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ബൈ.
oh, oh.